നടക്കുകയാണ്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഡാനി, മാസപ്പടി കേസിൽ ED കടുപ്പിക്കുകയാണ്. ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CMRL MDക്ക് തന്നെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അതിൻ്റെ ഒരു അന്വേഷണ തലത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ഇന്ന് ഹാജരാകേണ്ട ഉദ്യോഗസ്ഥനുണ്ട്. അത് ഫിനാൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നേരത്തെ SFIയുടെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥനിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ രേഖകൾ പരിശോധിക്കുകയും എല്ലാം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി ചെയ്തിരുന്നു. ഇതേ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനോട് തന്നെയാണ് വീണ്ടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥൻ ഇന്ന് ഹാജരായില്ല എന്ന് മാത്രവുമല്ല, ഇന്ന് അഭിഭാഷകർ മുഖേന ഈ രേഖകൾ ഇവിടെ സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ രേഖകളുടെ ഒരു സമർപ്പണവും ഈ സമയം വരെയും ഉണ്ടായിട്ടില്ല. EDയുടെ അന്വേഷണത്തോട് CMRL പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതായത് EDയുടെ അന്വേഷണത്തോട് CMRL സഹകരിക്കുന്നില്ല എന്നൊരു നിലപാടിലാണ് ED എത്തിയിരിക്കുന്നത്. ആ ഒരു നിഗമനത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൊട്ട് അടുത്ത ദിവസം തന്നെ CMRL MDക്ക് തന്നെ നോട്ടീസ് നൽകാനായിട്ട് ED തീരുമാനിക്കുന്നത്. ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു. തിങ്കളാഴ്ച ശശിധരൻ കർത്തയോട് ഹാജരാകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ EDയുടെ അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കമ്പനിയുടെ MDയോട് തന്നെ ഹാജരാകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ആവശ്യപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോ നേരിട്ട് എത്തിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ED ഈ രീതിയിലുള്ളൊരു മറുപടി നൽകിയിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. ആര്യ, ഡാനി, ഒരു കാര്യം കൂടി, അതായത് ഈ വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലെ EDയുടെ ഈ നടപടിയൊക്കെ ഏറെ വിവാദവും ചർച്ചയും ആകുന്ന ഒക്കെ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ ഈ CMRL MDയെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുമ്പോൾ എത്രത്തോളം നിർണായകമാണ് ഈ ഒരു ഘട്ടത്തിലെ EDയുടെ ഈ നടപടി എന്ന് വേണം മനസ്സിലാക്കാൻ? ആര്യ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ചേർത്ത് വായിച്ചുകൊണ്ട് പ്രതിരോധിക്കുന്നത് ഈ കേസിനെ പ്രതിരോധിക്കുന്നത് CPM അത് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ഉണ്ടാക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIയുടെയും അതോടൊപ്പം തന്നെ EDയുടെയും അന്വേഷണം പോകുന്നത് അതിൻ്റെ ഏത് ചെറിയ വളരെ അനുരണനങ്ങൾ പോലും കൃത്യമായ രീതിയിൽ തന്നെ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇത് കൊണ്ടുവരുന്നത് ഈ CPM നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നടത്തിയ ഇടപാടുകളുടെ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഈ നാൾ വഴികൾ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെയും ഇത് കൃത്യമായി ബാധിക്കുക CPMനെ തന്നെയായിരിക്കും കൂടുതൽ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരിക. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്ന ഈ സമയത്തെല്ലാം തന്നെ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇത് മനഃപൂർവ്വമായി കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ആരോപണമാണ്, അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു അന്വേഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഇതിനെ പ്രതിരോധിക്കാൻ എല്ലാ വഴിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൻ്റെ ഒരു കുരുക്ക മുറുകുകയാണ് എന്ന് തന്നെ പറയാം. കാരണം ED അതിൻ്റെ ഒരു അന്വേഷണ തലത്തിലേക്ക് കടന്നിരിക്കുന്നു, ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയക്കുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ വീണ വിജയന്റെ കമ്പനിയും അതോടൊപ്പം തന്നെ ഈ CMRLുമായി നടത്തിയ പണമിടപാടുകൾ ഏത് രീതിയിലുള്ളതായിരുന്നു, പ്രധാനമായും ഉയർന്നു വരുന്ന ആക്ഷേപം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നതാണ്. എന്നാൽ അതല്ല, അവർക്ക് സാങ്കേതിക വിദ്യ ചെയ്ത് നൽകിയതിനൊരു പ്രതിഫലമാണ് എന്നതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് രീതിയിലുള്ളതായിരുന്നു എന്ന് കൃത്യമായൊരു വിശദീകരണം CMRLന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുശേഷമായിരിക്കും എക്സാലോജിക്കിലേക്കും വീണ വിജയനിലേക്കും എല്ലാം തന്നെ കടക്കുക. ഇതിന്റെ ആദ്യ നടപടി എന്ന രീതിയിലാണ് ഇത് തുടങ്ങി വെച്ചത്. പക്ഷെ തുടക്കത്തിൽ തന്നെ CMRL ഇതിനോട് നിസ്സഹകരണമാണ് കാണിക്കുന്നതെന്ന നിലപാടിലേക്ക് ED എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ചയാകും. പ്രത്യേകിച്ച് മാസപ്പടി കേസ് സംബന്ധിയായ കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്തു പോയതാണ് കഴിഞ്ഞ നാളുകളിൽ. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ വലിയ മൂർധന്യതയിലേക്ക് എത്തുമ്പോൾ വീണ്ടും അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഈ തലങ്ങളും CMRL സ്വീകരിക്കുന്ന നടപടികൾ, അതിനുള്ള പ്രതികരണങ്ങൾ, ഇതെല്ലാം തന്നെയും വീണ്ടും ചർച്ചയാവുകയാണ്. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡാനി, തുടരുക. മറ്റൊരു